ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് തേങ്ങാപ്പാലും ചെറിയുള്ളിയും ചേർത്ത് ഒരടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ മസാല കൂട്ടി ചോറുണ്ണാൻ എന്താ രുചി എന്നറിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്കിതുണ്ടാക്കാനായിട്ടുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പച്ചമുളക് കനം കുറഞ്ഞരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊത്തിരി നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇത് നല്ലപോലെ വാടി തുടങ്ങുമ്പം നമുക്ക് കുറച്ച് ചെറിയുള്ളി കനം കുറഞ്ഞരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്ര കൂടുതൽ ചെറിയുള്ളി ചേർക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ, അതിൻ്റെ രുചി കൂടുവേ. ഇതിനിപ്പം നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴന്ന ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലും പണിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പം അവിടെ നിന്ന് സമയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിന്ന് വഴറ്റാണെന്നുണ്ടെങ്കിൽ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി തുടങ്ങണം, നല്ലപോലെ വഴന്നിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനായി കഴിയുമ്പം നമുക്കിത്തിരി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് മസാലപ്പൊടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയൊന്ന് ചെറുതായിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇട്ടങ്ങ് വറുത്തിട്ട് എടുക്കാവുന്നതാണ്. ഇനിയിപ്പം ഈ പാത്രത്തിൽ തന്നെ വറുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വേറൊരു പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അത് വറുത്തതിന് ശേഷം ഒരു 2 തക്കാളി കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഈ തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ഈ സമയത്ത് ഈ തക്കാളി വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ വേറൊരു ചട്ടിയിൽ ചെമ്മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത ബേണറിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിരത്തി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റി കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡൊന്ന് ഒരുവിധം ഒന്നായി കഴിയുമ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ നോക്കിയിരിക്കുമ്പം തക്കാളി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിച്ച് പോവേ. ചെമ്മീൻ ഒരു സൈഡൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നല്ലപോലെ ചുരുണ്ട് ഒന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി എന്ന് തോന്നുമ്പം ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കഴിയുമ്പം ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വാങ്ങിയെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി ഒക്കെ നല്ലപോലെ വഴന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് എണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചെമ്മീൻ വറുത്ത ആ ഒരു എണ്ണയും കൂടെ ചേർക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ മിക്സായി വന്ന ചെമ്മീനിലേക്കൊക്കെ ഈ മസാല ആയി കഴിയുമ്പം നമുക്ക് അതായത് ചെമ്മീനിൽ മസാല പിടിച്ച് വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം 1-ാം പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. 2-ാം പാലും 3-ാം പാലും ഒന്നും എടുത്തിട്ടില്ല. ആ 1-ാം പാലിൽ ഇനി ഇത് കിടന്ന് നല്ലപോലെ വെന്ത് കുറുകി വരണം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് തുടങ്ങുമ്പം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പം നമ്മൾ നേരത്തെ പച്ചമുളകും പിന്നെ മുളക് പൊടിയും ചേർത്തതാണ്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത്രയും നേരം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ ഇതങ്ങ് കുറുകി വരാനായിട്ട്.
മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് ഇളക്കണ്ടെന്നൊന്നും വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഇതിലെ തേങ്ങാപ്പാലൊക്കെ അങ്ങ് കുറുകി വരും കേട്ടോ. അങ്ങനെ ഇതാണ്ട് ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇത്തിരി ഗരം മസാലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറി കൊടുത്തിട്ട് നല്ലതുപോലെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അങ്ങോട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ തിളപ്പൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇവിടെ ഇതിന് കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നേ, അത്യാവശ്യം കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഇവിടെ മക്കളൊക്കെ ആണെങ്കിൽ എരിവാണെങ്കിൽ അയ്യോ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് എരിവൊക്കെ ആണെങ്കിൽ കുറച്ച് മടിയായിരിക്കും കഴിക്കാൻ വേണ്ടി. പക്ഷേ ഇതിനൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കറിക്ക് അവർ ഇതിൻ്റെ മസാല പോലും വടിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെ ഉണ്ടാക്കാൻ തോന്നുമല്ലോ കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.